ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അറബി സൽക്കാരങ്ങളിൽ ഒഴിച്ചുകൂട്ടാനാകാത്ത ലുക്കൈമത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ലുക്കൈമത്ത് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഒരു അരിപ്പയിലേക്ക് 1 കപ്പ് മൈദാമാവ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് അരിച്ചെടുക്കാം. ഇങ്ങനെ അരിച്ചെടുക്കണം എന്ന് നിർബന്ധമില്ല, ഞാൻ ഏത് പൊടി എടുത്താലും ഒന്ന് അരിച്ചിട്ടെടുക്കും. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ, 1 ടേബിൾ സ്പൂൺ ഷുഗർ, 1 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ, 1 നുള്ളു ഉപ്പ് ഇത്രയും ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 3/4 ടേബിൾ സ്പൂൺ ഈസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്തേക്കുന്നത്. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ കൂടി നമുക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 1/4 കപ്പ് അളവിൽ മിൽക്ക് ആവശ്യമായിട്ടുണ്ട്. അത് ഞാനിവിടെ ഒരുമിച്ച് ഒഴിക്കുന്നില്ല, ആദ്യം കുറച്ച് ഒഴിച്ചു, എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് നോക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യമെങ്കിൽ മാത്രം നമുക്ക് ബാക്കി കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതാ ഇവിടെ ഞാൻ മിക്സ് ചെയ്തെടുത്തു. അപ്പം ഇനി കുറച്ചുകൂടി പാൽ ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഞാനത് കുറച്ചുകൂടി ഒന്ന് ഒഴിച്ചു കൊടുത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുന്നുണ്ട്. ബാക്കിയുള്ള പാൽ മുഴുവനായിട്ട് ഞാനൊന്ന് ഒഴിച്ചു. പാൽ കൂടാതെ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി എനിക്ക് ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ഒഴിച്ച് ഞാനൊന്ന് ഈ മാവ് ഈ ഒരു പരുവത്തിൽ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ബാറ്റർ എന്ന് പറയുന്നത് അധികം ലൂസാകാനും പാടില്ല, എന്നാൽ തീരെ കട്ടിയാകാനും പാടില്ല. നമ്മുടെ റിബൺ കൺസിസ്റ്റൻസി അല്ല, അതിനേക്കാളും കുറച്ചുകൂടി ഒരു തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്ക് അതൊന്ന് നിർത്തി കൊടുക്കാം. ഇനി നമുക്കിത് നല്ലോണം തന്നെ ഒന്ന് കുഴച്ചിട്ടെടുക്കണം. അതിനായിട്ട് നമ്മൾ കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് ടൈം എടുത്തിട്ട് ഒരു 1-2 മിനിറ്റ് നല്ലോണം തന്നെ ഒന്ന് കുഴച്ചിട്ട് എടുക്കണം. ഈ സ്റ്റെപ്പ് നിങ്ങൾ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യരുത്. കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കുക. കുഴച്ചെടുത്ത ശേഷം നമുക്ക് ഒരു സ്പാച്ചില വെച്ചിട്ട് ഇതെല്ലാം കൂടി നടുവിലേക്ക് ഒന്ന് ആക്കി കൊടുക്കാം. ഇനി സൈഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത ശേഷം നമുക്കിതൊന്ന് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഞാനിവിടെ ഒരു ക്ലിംഗ് റാപ്പ് ഉപയോഗിച്ച് ഇത് ഒന്ന് കവർ ചെയ്ത് വെക്കുന്നുണ്ട്. ശേഷം നമുക്ക് ഒരു 1 മണിക്കൂർ തൊട്ട് 1.5 മണിക്കൂർ വരെ ഇത് ഒന്ന് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഏകദേശം 1.5 മണിക്കൂർ ആയപ്പോൾ തന്നെ എനിക്ക് മാവൊക്കെ പൊങ്ങി ഡബിൾ സൈസായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. ഇതിപ്പം എയർ ബബിൾസ് എല്ലാം കയറിയിട്ട് ഇരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഇതിൽ ബബിൾസൊക്കെ ഒന്ന് സ്പാച്ചില വെച്ചിട്ടൊന്ന് പൊട്ടിച്ചു കൊടുക്കുക. ഇനി നമുക്കൊരു ഷുഗർ സിറപ്പ് തയ്യാറാക്കി എടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് 1 കപ്പ് അളവിൽ പഞ്ചസാരയും 1 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 നുള്ളു ഉപ്പ് കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓണാക്കി നമുക്കിതൊന്ന് തിളപ്പിച്ചിട്ട് എടുക്കാം. നല്ലോണം തന്നെ ഒന്ന് തിളച്ച് പഞ്ചസാരയെല്ലാം ഒന്ന് അലിഞ്ഞ് നല്ല കുറുകിയിട്ട് വരണം. ഒറ്റനൂൽ പരുവൊന്നും ആകണ്ട, എന്നാലും അത്യാവശ്യം ഒന്ന് കുറുക്കിയിട്ടെടുക്കാം. തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടാതെ 1 ടീസ്പൂൺ അളവിൽ ലെമൺ ജ്യൂസും കൂടി ചേർത്ത് കൊടുക്കാം. അതുകൂടി ചേർത്ത ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് കുറുക്കി ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ചൂടാക്കാനായിട്ട് വെക്കാം. അതുപോലെ ഒരു ഗ്ലാസ്സിൽ കുറച്ച് എണ്ണ ഇതുപോലെ എടുത്ത ശേഷം ഒരു സ്പൂൺ ഒന്ന് മുക്കിയിട്ട് മാവ് കുറേശ്ശെ നമുക്ക് കോരി എടുത്ത് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അതുപോലെ തന്നെ നമുക്ക് വീണ്ടും എണ്ണയിലൊന്ന് മുക്കി മാവ് കോരി എടുത്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ബാറ്റർ പൈപ്പിംഗ് ബാഗിൽ എടുത്തിട്ട് ഈ തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. പക്ഷേ ഞാനതങ്ങനെ ചെയ്തപ്പം എനിക്കത്ര ശരിയായിട്ട് വന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്തത്. നിങ്ങൾക്ക് ഏതാ എളുപ്പമെന്ന് വെച്ചാൽ ആ രീതിയിൽ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതിയായിരിക്കും. എണ്ണയിൽ ഇട്ട ഉടനെ നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്ത് എല്ലാ സൈഡും ഒരുപോലെ ഒന്ന് മൊരിയിച്ചെടുക്കുക. ഇനി മൊരിയാത്ത ഭാഗം ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ സ്പൂൺ വെച്ച് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് അതും കൂടി നമുക്ക് ഒന്ന് മൊരിയിച്ചിട്ട് എടുക്കാം. അപ്പം ലുക്കൈമത്ത് ഇവിടെ ഏകദേശം ഒന്ന് റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് എണ്ണയിൽ നിന്നും കോരി എടുത്ത ശേഷം ഇത് നേരെ നമുക്ക് പഞ്ചസാര പാനിയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. പഞ്ചസാര പാനിക്ക് അത്യാവശ്യം ചൂടുണ്ടായിരിക്കണം. ഇനി നമുക്ക് 2-3 മിനിറ്റ് ഇട്ട ശേഷം ഇത് നമുക്ക് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാവുന്നതാണ്. ഇത് പഞ്ചസാര പാനിയിൽ കുതിർത്ത് വെക്കേണ്ട ആവശ്യമില്ല. ഇത് അത്യാവശ്യം പുറമേ ക്രിസ്പിയും അകം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്വീറ്റ് റെസിപ്പിയാണ്. ഞാനിത് ഒന്ന് കാണിക്കാം. കണ്ടില്ലേ, പുറം നല്ല ക്രിസ്പിയും അകം നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇതിരിക്കുന്നത്.
പിന്നെ ഇത് അത്യാവശ്യം ചൂടോടുകൂടി തന്നെ കഴിക്കാനായിട്ട് ശ്രമിക്കുക. തണുത്ത് കഴിഞ്ഞാൽ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ ലുക്കൈമത്ത് ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഞങ്ങളെ അറിയിക്കുമല്ലോ. വീഡിയോ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുവാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടാതെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. താങ്കളുടെ വിലപ്പെട്ട സമയം ഞങ്ങൾക്കായി മാറ്റിവെച്ചതിന് നന്ദി. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.